അദ്ദേഹം ഇവിടെ സ്ഥിരമായിട്ട് താമസിച്ചാലും ഒരാളെ പോലും കേരളത്തിൽ നിന്ന് ലഭിക്കാൻ പോകുന്നില്ല. അതിനുള്ള ഒരുപാട് നാടകങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഈ അയോധ്യ വിഷയം അവർ വോട്ട് കിട്ടാനുള്ള ഒരു തന്ത്രമായിട്ടാണ് സ്വീകരിച്ചത്. അതേ തന്ത്രത്തിൻ്റെ ചില ഭാഗങ്ങൾ നമുക്ക് കേരളത്തിലും കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ അതൊന്നും കേരളത്തിൽ ചിലവാവില്ല. ഒരുപാട് ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾ മണിപ്പൂരിൽ തകർക്കുമ്പോൾ ഒരു കിരീടം കൊടുത്താലൊന്നും അവരുടെ മനസ്സ് മാറുന്ന തെറ്റിദ്ധരിക്കരുത്. പിന്നെ വിശ്വാസം അവരുടെ വിശ്വാസമാണ്. അതിന് പബ്ലിസിറ്റി കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ആർക്കും എവിടെയും ചെല്ലാം. ഏത് ആരാധനാലയങ്ങളാണോ വിശ്വാസം അവിടെ ചെല്ലാം, പ്രാർത്ഥിക്കാം. അതൊക്കെ നമുക്കതിൻ്റെ അവകാശമുണ്ട്. പക്ഷേ അതിനെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി വിനിയോഗിക്കരുത്. ഈ കിരീടത്തിനെ പറ്റി പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്, അതൊരു ക്രൈസ്തവ വോട്ടുകൾ ലക്ഷ്യമിട്ടുള്ള ഒരു നീക്കമാണെന്ന് കരുതുന്നുണ്ടോ? അല്ല, ഞാൻ പറയട്ടെ, കിരീടം കൊടുക്കുന്നതിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല. അങ്ങനെ അവരവർക്ക് കഴിവുണ്ടെങ്കിൽ കിരീടം കൊടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അതിന് ഇത്ര പബ്ലിസിറ്റി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഞാനിപ്പോൾ ഒരു അമ്പലത്തിൽ പോയിട്ട് ആരാധന നടത്തുമ്പോൾ നിങ്ങളെയൊക്കെ വിളിച്ചിട്ടാണോ പോവാറ്? അല്ലല്ലോ. ഞാൻ എൻ്റെ വിശ്വാസം അനുസരിച്ച് പോകുന്നു, പ്രാർത്ഥിക്കുന്നു, നമ്മളാൽ കഴിയുന്ന രീതിയിൽ വഴിപാട് കൊടുക്കാറുണ്ട്. അത് എൻ്റെ വിശ്വാസമാണ്. അത് ഞാൻ ലോകത്തിനെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ വിശ്വാസിയാണെന്നുള്ള കാര്യം ഞാൻ മാത്രം അറിഞ്ഞാൽ മതി. അതിനെനിക്ക് ആരും സർട്ടിഫിക്കറ്റും വേണ്ട. അതെല്ലാവർക്കും ബാധകമാണ്. ഇപ്പം ഞാനും എല്ലാ ആരാധനാലയങ്ങളിലും ജാതി മതം നോക്കാതെ ഞാൻ യാത്ര ചെയ്യുമ്പോഴൊക്കെ കാണിക്കയിടാറുണ്ട്. നിങ്ങളാരും വിളിച്ചിട്ടൊന്നുമില്ലല്ലോ, ഞാൻ കാണിക്കിയിടുന്നത്. അതിൻ്റെ അർത്ഥം വേറെ, അത് ഭക്തിയല്ല, അത് വിഭക്തിയാണ്. അപ്പം ഞാൻ ഭക്തിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ആർക്കും എവിടെയും സന്ദർശിക്കാൻ തെറ്റില്ല. പക്ഷേ അതിനെ വോട്ടുമായിട്ട് ലിങ്ക് ചെയ്യാൻ പാടില്ല. പ്രധാനമന്ത്രി ഇങ്ങനെ തുടർച്ചയായി വരുന്നു, റോഡ് ഷോ നടത്തുന്നു. അദ്ദേഹം ഒരു ഇമ്പാക്റ്റും ഇല്ല. അദ്ദേഹം ധാരാളം ടാറ്റ കാണിച്ചു പോവും. ടാറ്റ ജനങ്ങൾ തിരിച്ച് അദ്ദേഹത്തിന് നൽകും, വോട്ട് ഞങ്ങൾക്ക് നൽകും. അല്ല, അതിലിപ്പോൾ നമ്മൾ ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ കോടതി ചില സംശയങ്ങൾ ചോദിക്കും. ആ സംശയങ്ങൾ വിധിയല്ല. അപ്പോൾ ചില സംശയങ്ങൾ കോടതി ചോദിച്ചു, അതിന് മറുപടിയും കൊടുക്കും. ഫൈനൽ വിധി വരട്ടെ, എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പറയാം. ഏതായാലും വെറും പത്രപ്രസ്താവനയല്ല, ആക്ഷനിലേക്ക് പോകുന്നു തീരുമാനമായല്ലോ. ഇനിയിപ്പോൾ പ്രതിപക്ഷത്തിനെ കുറിച്ച് അങ്ങനെ രാഷ്ട്രീയം പറയില്ല. വെറും സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ്, പത്രസമ്മേളനം മാത്രമാണ് എന്ന് പറയില്ലല്ലോ. അല്ല, അത് കോടതിയുടെ തീരുമാനം വരട്ടെ. ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്, ഞങ്ങൾ കോടതിയെ സമീപിക്കും. ഇനിയും പല കേസുകളും ഞങ്ങൾ സമീപിക്കും. അതിൽ കോടതിയാണ് ഫൈനൽ ആയിട്ട് മറുപടി പറയേണ്ടത്. അപ്പോൾ അത് പറയട്ടെ, അതനുസരിച്ച് നമുക്ക് നോക്കാം. കോടതിയുടെ റിപ്പോർട്ട് കിട്ടാതെ സമീപിച്ചാൽ ഓൺ ദ സ്പോട്ടിൽ തള്ളിയിട്ടില്ല. ഫയൽ സ്വീകരിക്കുന്നതിന് മുമ്പ് സർക്കാരിൻ്റെ വിശദീകരണം ചോദിച്ചിരിക്കുക. ഒരടിസ്ഥാനവും ഇല്ലാത്ത ഒരു കടലാസുമായിട്ട് പോയാൽ ജഡ്ജിമാർ ഓൺ ദ സ്പോട്ടിൽ തള്ളും. ഇതെന്താ പറഞ്ഞിട്ടുള്ളത്? ഏതാ? അല്ല, പേപ്പറൊക്കെ ഉണ്ട്. 2019 എന്തിനാണ് ഇപ്പോൾ നേരത്തെ വരേണ്ടതല്ലേ എന്നാണ് ചോദിച്ചതിൻ്റെ അർത്ഥം. അപ്പോൾ അതിനുള്ള മറുപടിയും കൂടെ കൊടുക്കുമ്പോൾ സംഭവം ശരിയാവും. ഒരു ചാഞ്ചാട്ടം ഉണ്ടാവില്ല. തൃശ്ശൂരത്തെ ക്രൈസ്തവ വോട്ടുകൾ ഐക്യജനാധിപത്യ മുന്നണിക്ക് എന്നും ലഭിച്ചിട്ടുള്ള വോട്ടാണ്. അത് ഇത്തവണയും ലഭിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ല, അതൊക്കെ കൊണ്ടാണോ ടി.എൻ. പ്രതാപൻ്റെ ചുമരെഴുത്ത് ഇന്നലെ തന്നെ വന്നത്? അല്ല, ചുമരെഴുതേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇന്നലെ വന്നാൽ മായിച്ചു പിന്നീട്. അല്ല, അത് തന്നെ, അത് ശരിയല്ല. സ്ഥാനാർത്ഥിയുടെ പേര് പ്രഖ്യാപിക്കാതെ ആരും ചുമരെഴുതാൻ പാടില്ല. അതെനിക്കും ബാധകമാണ്. അതേസമയത്ത് പ്രതാപൻ പറഞ്ഞത് ചിഹ്നമൊക്കെ വരച്ചോളാൻ പറഞ്ഞു. ചിഹ്നം ഇപ്പോൾ വരയ്ക്കാൻ പാടില്ല, കാരണം മുന്നണിയിൽ തീരുമാനമായിട്ടില്ല. അത് ഈ മാസം ജനുവരി 30 കൂടിയിട്ട് തീരുമാനമാവുള്ളൂ. ഐക്യജനാധിപത്യ മുന്നണിയിൽ നിന്ന് എഴുതാം, അത് ധൈര്യമായിട്ട് എഴുതാം. ചിഹ്നം വരയ്ക്കുന്നതും പേരെഴുതുന്നതും, ചിഹ്നം വരയ്ക്കണമെങ്കിൽ UDFൻ്റെ തീരുമാനം വരണം. അത് ശരിയല്ല. ആരും നേരത്തെ തന്നെ പേരും ചിഹ്നവും, ഇപ്പോൾ ചിഹ്നം വരയ്ക്കാം 30 കഴിഞ്ഞിട്ട്. ഇപ്പോൾ ഇന്ന സീറ്റ് കോൺഗ്രസ്സിനാണ്, അപ്പോൾ ധൈര്യമായിട്ട് കോൺഗ്രസിൻ്റെ ചിഹ്നം വരയ്ക്കാം. പക്ഷേ ഹൈക്കമാൻഡ് പേര് പ്രഖ്യാപിച്ചാലേ പേരെഴുതാൻ കഴിയും. അപ്പോൾ അതിന് ചില നോംസൊക്കെ ഉണ്ട്. അത് ഏറ്റവും നല്ല എന്താ വെച്ചാൽ UDF ബുക്കിടുന്ന് എഴുതുക, എന്നാൽ പിന്നെ ഒരു വിവാദം ഉണ്ടാവില്ല.